ഇവിടെ ചില കാര്യങ്ങളിൽ നമ്മൾ വ്യക്തത വരുത്തി തന്നെ മുന്നോട്ട് പോകണം. കേസുകളിൽ ഇരട്ടത്താപ്പ് എന്ന് ചോദിച്ചാൽ വിഷയങ്ങളിൽ ഇരട്ടത്താപ്പ് കാണിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടിയുടെ പേര് ഇന്ന് ഇന്ത്യയിൽ കോൺഗ്രസ് എന്നാണ്. അതായത് ഉത്തർപ്രദേശിൽ ബുൾഡോസർ രാജ് നടക്കുമ്പോൾ അതേക്കുറിച്ച് വലിയ രീതിയിൽ യോഗി ആദിത്യനാഥിനെ കേന്ദ്ര സർക്കാരിനെ BJP ഒക്കെ വിമർശിച്ചുകൊണ്ടിരിക്കുന്ന കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയിൽ ബുൾഡോസർ രാജ് നടക്കുന്നതിനെക്കുറിച്ച് ഇന്ന് ഈ നിമിഷം വരെ ഒരു ചർച്ചയിലേക്ക് പോലും പോയിട്ടില്ല. ഇവിടെ കേസിൽ ഇരട്ടത്താപ്പാണോ പിണറായി വിജയൻ കാണിച്ചത് എന്താണ് എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ സ്നേഹത്തിന്റെ കട കർണാടകത്തിൽ അങ്ങോട്ട് വലിയ സൂപ്പർ മാർക്കറ്റായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ഇരട്ടത്താപ്പ് കാണിച്ചിട്ടാണ് ഇവിടെ വന്നുകൊണ്ട് പോലീസ് നടപടിയെ പോലീസിങ്ങിനെ ഇതെന്ത് പോലീസിംഗ് ആണ്, ഇതെന്ത് ആഭ്യന്തര വകുപ്പാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ കർണാടകയിലെ സർക്കാരിനോട് രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും KC വേണുഗോപാലും ഒക്കെ ചോദിക്കണം, ഇതെന്ത് പോലീസിംഗ് ആണ്, എന്താണ് നിങ്ങൾ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? യോഗി ആദിത്യനാഥിനെ ഉത്തർപ്രദേശ് സർക്കാരിനെ ഒക്കെ വിമർശിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ ഭരണം കിട്ടിക്കഴിഞ്ഞപ്പോൾ കർണാടകയിൽ കാണിച്ചുകൊണ്ടിരിക്കുന്ന എന്താണ്? അവിടെയാണ് യഥാർത്ഥത്തിൽ ആൻഡ്രസർ ഇരട്ടത്താപ്പ്. അത്രയും വലിയ ഇരട്ടത്താപ്പ് തൊട്ടയൽപ്പക്കത്ത് കാണിച്ചുകൊണ്ടിരുന്നിട്ടാണ് ഇവിടെ AI ആണോ എന്ന് പരിശോധിക്കണമെന്നേ. ഇങ്ങനെ പലതരത്തിലുള്ള ചിത്രങ്ങൾ പ്രചരിപ്പിക്കപ്പെടുമ്പോൾ അതിന്റെ വസ്തുത എന്താണെന്ന് പരിശോധിക്കുന്നതിനായി ഇദ്ദേഹത്തെ വിളിപ്പിച്ചല്ലോ, N സുബ്രഹ്മണ്യനെ പോലീസ് വിളിപ്പിച്ചപ്പോൾ വരില്ല എന്നുള്ള ശാഠ്യത്തോടെ നിന്നു. പോലീസിനെ വീട്ടിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്ന രീതിയിൽ ശാഠ്യത്തോടെ നിന്നത് ഈ പറയുന്ന N സുബ്രഹ്മണ്യൻ തന്നെയാണ്. അത് അദ്ദേഹം തന്നെ പറയുന്നുണ്ടല്ലോ, അദ്ദേഹത്തെ വിളിപ്പിച്ചിട്ട് വന്നില്ല, അതുകൊണ്ടാണ് പോലീസ് അവിടേക്ക് ചെന്നത്. പോലീസ് മാന്യമായി അല്ലാതെ അദ്ദേഹത്തോട് പെരുമാറിയെന്ന് അദ്ദേഹത്തിന് പോലും അഭിപ്രായം ഉണ്ടാവുമെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം N സുബ്രഹ്മണ്യൻ മാധ്യമങ്ങളോട് ഇന്ന് സംസാരിച്ചത് 4 തവണയാണ്. കസ്റ്റഡിയിലെടുത്ത് പിടിച്ചുകെട്ടി വളഞ്ഞു കൂട്ടിക്കെട്ടി കൊണ്ടുപോകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പായിലെന്തോ പൊതിഞ്ഞു കൊണ്ടുപോകുന്നത് പോലെയുള്ള ഒരു ചിത്രീകരണമാണ് നിങ്ങൾ രണ്ടുപേരും ഇതുവരെ നടത്തിയത്, ജിമ്മി ജെയിംസ് നടത്തിയത്. ഞാൻ അതിനോട് യോജിക്കുന്നില്ല. അതായത് വളഞ്ഞു പിടിച്ചുകെട്ടി രാഹുൽ മാങ്കൂട്ടത്തിൽ എത്രയെണ്ണം നമ്മൾ കണ്ടതാണ്, ഇതിനു മുൻപുള്ള അനുഭവങ്ങൾ അങ്ങനെയല്ലേ എന്നൊക്കെയാണ് പറഞ്ഞു വന്നത്.